ഇനി 9-ാമത്തെ അധ്യായം. അഥ നവമോധ്യായ. മൈത്രേയ ഉവാച. മൈത്രേയ മുനി കഥ തുടർന്ന് വിദുരരോട് പറയുകയാണ്. മൈത്രേയ മുനി പറഞ്ഞു, വിദുരരോട് പറഞ്ഞു, ഭഗവാന്റെ വാക്കുകൾ കേട്ടതോടെ ലോകപാലന്മാരുടെ ഭയം ഇല്ലാതെയായി. ഭഗവാനെ നമസ്കരിച്ച ശേഷം അവർ സ്വർഗത്തിലേക്ക് മടങ്ങി. ഭഗവാനാകട്ടെ ഗരുഡാരൂഢനായി തന്നെ ഭജിക്കുന്ന ധ്രുവനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ സന്തോഷപൂർവം മധുവനത്തിൽ എത്തി. ഭഗവാന്റെ വാക്കുകൾ കേട്ടതോടെ ലോകപാലന്മാരുടെ ഭയം ഇല്ലാതായി. ഭയം ഉണ്ടാക്കിയതിനു കാരണമായ സാഹചര്യം അപ്പോഴും അവിടെ നിലനിൽക്കുന്നു. പക്ഷെ അവരുടെ ഭയം ഇല്ലാതായി. അപ്പോൾ ഭയം ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. ഭയം യാഥാർത്ഥ്യമുണർത്തുന്ന ചിന്തകൾ ഉണ്ടാക്കുന്നതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു യാഥാർത്ഥ്യമല്ല, ഒരു വസ്തുതയല്ല നമ്മളെ ഭയപ്പെടുത്തുന്നത്. ആ വസ്തുതയെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളാണ് നമ്മളിൽ ഭയം ഉണർത്തുന്നത്. ആ ചിന്തകളില്ലാതെയായാൽ വസ്തുത അതേപോലെ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഭയം ഉണ്ടാവുകയില്ല. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൈത്രേയ മുനി പറയുകയാണ്, ഭഗവാന്റെ വാക്കുകൾ കേട്ടതോടെ ലോകപാലന്മാരുടെ ഭയം ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ ആ വസ്തുതയെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ചിന്തകൾ ഒതുങ്ങി. അപ്പോൾ അവർക്ക് ഭയം ഇല്ലാതെയായി. ഭഗവാനെ നമസ്കരിച്ച ശേഷം, അപ്പൊ ഭഗവാനാണ് അവരുടെ ഭയത്തെ ഇല്ലാണ്ടാക്കിയത്. ആ ഭഗവാനെ നമസ്കരിച്ച ശേഷം ആദ്യത്തെ നമസ്കാരവും രണ്ടാമത്തെ നമസ്കാരവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആദ്യവും അവർ ഭഗവാനെ കണ്ടപ്പോൾ നമസ്കരിച്ചു, ഞങ്ങൾ അങ്ങയെ ഇതാ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുകയാണ് ചെയ്യുക, ശരണം പ്രാപിച്ച് നമസ്കരിക്കുക ചെയ്യുക. അപ്പൊ ആദ്യവും ഭഗവാനെ നമസ്കരിച്ചു, രണ്ടാമതും അവർ ഭഗവാനെ നമസ്കരിച്ചു. ഈ രണ്ട് നമസ്കാരങ്ങളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ നമസ്കാരം ഭയത്തോടു കൂടിയാണ്, രണ്ടാമത്തെ നമസ്കാരം ഭയം ഇല്ലാതെയാണ്. ഭയം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ നമസ്കാരമെങ്കിൽ ഭയം ഇല്ലാതായിട്ടാണ് രണ്ടാമത് നമസ്കരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് ഭഗവാനെ സമീപിക്കാം. അപ്പം നമ്മളെല്ലാവർക്കും പലതരത്തിലുള്ള ചിന്തകൾ ഉണർത്തുന്ന ഭയപ്പാടുകളുണ്ട്. അതിൽ നിന്ന് മുക്തരായി തീരുവാൻ ഭഗവാന്റെ പാദപത്മങ്ങളെ സർവാത്മന ആശ്രയിച്ചാൽ മതി. ഈ ഭയം ഉള്ളതുകൊണ്ട് എന്താ പ്രശ്നം? ഭയം ഉള്ളതുകൊണ്ട് നമ്മുടെ കർത്തവ്യ നിർവഹണത്തിന് ഭംഗമുണ്ടാക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നന്നായി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കും ഭയം. അപ്പോൾ ഭയം നമ്മുടെ കഴിവിൻ്റെ പരമാവധിയെ പ്രകടിപ്പിക്കുവാൻ ഉള്ള അവസരം ഇല്ലാതെയാക്കും. നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഭയമുണ്ടെങ്കിൽ പ്രകടിപ്പിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല. നമ്മുടെ കഴിവ് പൂർണ്ണമായിട്ടും നമുക്ക് ഒരു കാര്യത്തിൽ ചെലുത്തുവാൻ സാധിക്കുകയില്ല ഭയമുണ്ടെങ്കിൽ. അപ്പോൾ അതിനെന്ത് വേണം? അതിന് ഈശ്വരൻ്റെ പാദപത്മങ്ങളെ ആശ്രയിക്കണം. ആ ആശ്രയിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കും? നിർഭയരായി തീരും. നിർഭയരായി തീർന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ കർത്തവ്യ നിർവഹണത്തിനുള്ള ശക്തി പുനഃസ്ഥാപിച്ച് കിട്ടും. അപ്പൊ ഭഗവാന്റെ പാദപത്മങ്ങളെ ആരാധിക്കേണ്ടുന്നത് പരമമായ പദപ്രാപ്തിക്ക് മാത്രമല്ല, നമ്മുടെ കർത്തവ്യ നിർവഹണത്തിനും അത് അനിവാര്യമാണ്. സാധാരണഗതിയിലുള്ള നമ്മുടെ ജീവിതം പൂർണ്ണമായി അനുഭവിക്കുന്നതിനും ഈശ്വര ആരാധന, ഈശ്വര ശരണാഗതി അനിവാര്യമാണ്. അപ്പോൾ
ഭഗവാനെ അപ്പം രണ്ടാമത്തെ നമസ്കാരം ഭയമില്ലാതെയാക്കിയതിൻ്റെ സന്തോഷത്തോടു കൂടിയുള്ള നമസ്കാരമാണ്. ഭഗവാന്റെ വാക്കുകൾ കേട്ടതോടെ ലോകപാലന്മാരുടെ ഭയമില്ലാതെയായി. ഭഗവാനെ നമസ്കരിച്ച ശേഷം അവർ സ്വർഗത്തിലേക്ക് മടങ്ങി. അവിടെയാണ് ഇവരുടെ സ്ഥാനങ്ങളുള്ളത്. ഇവരുടെ കർത്തവ്യ നിർവഹണ സ്ഥാനങ്ങളുള്ള സ്ഥലത്തേക്ക് ഇവർ മടങ്ങി. ഭഗവാനാകട്ടെ, ഇപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഗരുഡാരൂഢനായി ഗരുഡന്റെ കഴുത്തിൽ കയറിയിരുന്ന് ഗരുഡാരൂഢനായി തന്നെ ഭജിക്കുന്ന ധ്രുവനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ സന്തോഷപൂർവം മധുവനത്തിൽ എത്തി. ഭക്തന് ഭഗവാനെ കാണുവാൻ എത്ര ആഗ്രഹമുണ്ടോ അത്ര തന്നെ ആഗ്രഹം ഭഗവാന് ഭക്തനെ കാണുവാനും ഉണ്ട്. ഇത് പാരസ്പര്യത്തോടു കൂടിയതാണ്, വൺ വേ അല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതാണ്. നമ്മൾ എപ്പോഴൊക്കെ ഭഗവാനെ സ്മരിക്കുന്നുവോ അപ്പോഴെല്ലാം ഭഗവാൻ നമ്മളെയും സ്മരിക്കുന്നുണ്ട്. നമ്മളുടെ സ്മരണ എത്ര കണ്ട് തീവ്രമാകുന്നുണ്ടോ അത്ര കണ്ട് ഭഗവാന് നമ്മളെക്കുറിച്ചുള്ള സ്മരണയും തീവ്രമാകും. നമുക്ക് ഭഗവാനെ എത്ര കണ്ട് കാണണമെന്നുള്ള ആഗ്രഹമുണ്ടോ അത്ര കണ്ട് കാണണമെന്നുള്ള ആഗ്രഹം ഭഗവാനുമുണ്ട്. ഇവിടെ മറ്റൊരു കാര്യവും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ധ്രുവന് ദർശനം കൊടുക്കുവാൻ ഭഗവാൻ ധ്രുവനെ തൻ്റെ അടുത്തേക്ക് ആളെ വിട്ട് വിളിപ്പിക്കുകയല്ല ചെയ്തത്. നേരത്തെ കണ്ട് നാരദരെ ഒന്നും കൂടി കാണാമായിരുന്നു ധ്രുവന്. ആ നാരദര് വഴി വേണമെങ്കിൽ ഒരു സന്ദേശം ധ്രുവന് കൊടുത്തയക്കാമായിരുന്നു ശ്രീമൻ നാരായണന്. നാരദരോട് പറയാമായിരുന്നു, നാരദരെ ഒന്ന് പോയി ധ്രുവനോട് പറയണം, തപസ്സൊക്കെ മതിയാക്കി വൈകുണ്ഠത്തിലേക്ക് വരൂ, ഞാൻ ഓഡിയൻസ് തരാം, എന്നെ കാണാം, എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ തപസ്സൊന്ന് നിർത്തി ലോകത്തെ ഒന്ന് രക്ഷിക്കുന്നതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്ന് പറയാമായിരുന്നു. അത് ചെയ്തില്ല. ഭക്തൻ ഇരിക്കുന്നിടത്തേക്ക് ഭഗവാൻ വരികയാണ് ചെയ്യുക. ഭക്തനാണ് ഒരു സ്ഥലത്തെ പവിത്രമാക്കി മാറ്റുന്നത്. ഭക്തന്റെ സാന്നിധ്യം ഭഗവാനെ വിളിച്ചു വരുത്തും. അപ്പോൾ വളരെ പ്രധാനമാണ് ഈ ഭക്തൻ, സാധകന്റെ റോള്. സാധകൻ എവിടെയാണോ അവിടെ ഈശ്വരൻ വരും, അല്ലെങ്കിൽ ഉണ്ടാവും. ആഗ്രഹത്തോടെ സന്തോഷപൂർവം, തപസ് കാരണം നിർബന്ധിതനായിട്ട് വരികയല്ല ഭഗവാൻ ചെയ്യുന്നത്. ധ്രുവന്റെ തപശക്തി അല്ലെങ്കിൽ തപസ്സിന്റെ കാഠിന്യം കാരണം ഭഗവാൻ ധ്രുവന്റെ മുമ്പിൽ എത്തപ്പെടുവാൻ നിർബന്ധിതൻ ആവുകയല്ല ചെയ്യുന്നത്. സന്തോഷപൂർവം മധുവനത്തിൽ എത്തിച്ചേർന്നതാണ്. അദ്ദേഹത്തിനും അത് സന്തോഷമാണ്. ഭക്തനെ തന്നെ വിളിക്കുന്നയാളുടെ അടുത്തേക്ക് എത്തുവാൻ അദ്ദേഹത്തിനും താല്പര്യമുണ്ട്. അപ്പൊ അദ്ദേഹം മധുവനത്തിൽ എത്തി. അവിടെ എത്തിയപ്പം എന്താ അവിടെ എന്താ നടക്കുന്നത്? അതിതീവ്രമായ യോഗാഭ്യാസത്തിൻ്റെ ബലത്തിൽ പരിപക്വവും അചഞ്ചലവുമായി തീർന്ന ബുദ്ധിയോടുകൂടിയ ആ ബാലൻ തൻ്റെ ഹൃദയപത്മത്തിൽ മിന്നൽ കൊടി പോലെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്ന ഭഗവത് സ്വരൂപത്തെ ധ്യാനദൃഷ്ട്യാ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ധ്യാനത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകളാണ്. ധ്യാനം, ഈ സമാധി എന്ന് പറയുന്നത് ധ്യാനം ധാരണാധ്യാന സമാധികളുടെ വ്യത്യസ്ത തലങ്ങളെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അത് നമ്മൾ ഈ ഭാഗം കേട്ട് കഴിഞ്ഞാൽ നമുക്കത് വിസ്തരിച്ച് കേൾക്കാം. ധ്രുവന്റെ സ്തുതി, ഈ കഥയൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ധ്യാനത്തിൻ്റെ വിവിധ തലങ്ങളെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് സംക്ഷിപ്തമായിട്ട് കേൾക്കാം. അപ്പം ഇവിടെ ഈ അതിതീവ്രമായ യോഗാഭ്യാസത്തിൻ്റെ ബലത്തിൽ പരിപക്വവും അചഞ്ചലവുമായി തീർന്ന ബുദ്ധിയോടു കൂടിയ, അതാണ് യോഗചിത്തവൃത്തി നിരോധ, യോഗസൂത്രത്തിൻ്റെ രണ്ടാമത്തെ സൂത്രം. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രം ചിത്തവൃത്തി നിരോധമാണ്. ആ സമയത്ത് അചഞ്ചലമായി തീരും ബുദ്ധി. പരിപക്വവും അചഞ്ചലവുമായി തീർന്ന ബുദ്ധിയോടുകൂടിയ ആ ബാലൻ
അങ്ങനെ അചഞ്ചലവും പരിപക്വവുമായ ബുദ്ധിയോടുകൂടി തീർന്ന ഒരാളുടെ ചിത്തത്തിൽ എന്തിനെ ആലംബിച്ചാണോ യോഗ സാധന ചെയ്തത് അത് തെളിഞ്ഞങ്ങനെ നിൽക്കും. അതിതീവ്രമായ യോഗാഭ്യാസത്തിൻ്റെ ബലത്തിൽ പരിപക്വവും അചഞ്ചലവുമായി തീർന്ന ബുദ്ധിയോടുകൂടിയ ആ ബാലൻ തൻ്റെ ഹൃദയപത്മത്തിൽ മിന്നൽക്കൊടി പോലെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്ന ഭഗവത് സ്വരൂപത്തെ ധ്യാനദൃഷ്ടിയാ കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പൊടുന്നനെ ആ രൂപം അപ്രത്യക്ഷമായി കണ്ട അവൻ കണ്ണു തുറന്നു. അപ്പോൾ കണ്ണടച്ചായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ആ കണ്ണടച്ച് കാണുന്നതിനെ ദർശനം എന്നാണ് നമ്മുടെ ശാസ്ത്രത്തിലൊക്കെ പറയുന്നത്. അപ്പോൾ കണ്ണ് തുറന്ന് കാണുന്നത് മാത്രമല്ല ദർശനം, കണ്ണടച്ചു കാണുന്നതും ദർശനം തന്നെയാണ്. കണ്ണടച്ചുകൊണ്ട് മിന്നൽക്കൊടി പോലെ കൊണ്ടിരുന്ന ഭഗവത് സ്വരൂപത്തെ ധ്യാനദൃഷ്ടിയ അകക്കണ്ണുകൊണ്ട് ഉൾക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പൊടുന്നനെ ആ രൂപം അപ്രത്യക്ഷമായി കണ്ട അവൻ കണ്ണു തുറന്നു. നമ്മളിങ്ങനെ കണ്ണടച്ച് ഒരു രൂപം ഇതേപോലെ ക്ലിയറായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് കാണാതായാൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ണങ്ങ് തുറക്കും. ധ്രുവനും അത് തന്നെയാണ് ചെയ്തത്. കണ്ണങ്ങ് തുറന്നു. അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എന്താ കണ്ടത്? കണ്ണു തുറന്നു നോക്കിയപ്പോൾ താൻ ഉൾക്കാമ്പിൽ ദർശിച്ചു കൊണ്ടിരുന്ന അതേ രൂപത്തിൽ തന്നെ ഭഗവാനെ പുറത്ത് തൻ്റെ കൺമുന്നിൽ കണ്ടു. കണ്ണടച്ചിരുന്ന കാണുന്നത്. ആ കണ്ണടച്ച് മിന്നൽക്കൊടി പോലെ പ്രഭാപൂരിതമായ രൂപത്തെ ഹൃത്പത്മത്തിൽ കണ്ടുകൊണ്ടിരുന്ന ആ ബാലൻ അത് കാണാതെ വന്നു. പെട്ടെന്ന് അത് കാണാതായി, അപ്രത്യക്ഷമായി. അകത്തപ്രത്യക്ഷമായപ്പോൾ കണ്ണ് തുറന്നു. അപ്പം എന്ത് കണ്ടു? പുറത്ത് കണ്ടു. അപ്പം ഇവിടെ നമുക്ക് പലതരത്തിൽ ഇതിനെ കാണാം. അകവും പുറവും ഒന്നായി തീർന്നു എന്ന് പറയാം. അകത്ത് കണ്ടത് തന്നെ പുറത്ത് കാണാൻ തുടങ്ങി. അകത്തറിയുന്നതെല്ലാം തന്നെയാണ് പുറത്തുള്ള അറിവുമെന്ന് തിരിച്ചറിയഞ്ഞു എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഈ അകത്ത് കണ്ടത് ഏത് രൂപത്തിലാണോ ഉൾക്കാമ്പിൽ ദർശിച്ചു കൊണ്ടിരുന്ന അതേ രൂപത്തിൽ തന്നെ ഭഗവാനെ പുറത്ത് തൻ്റെ കൺമുന്നിൽ കണ്ടു. അകവും പുറവും ഒന്നായി തീർന്നു. വിജ്ഞാന ഭിക്ഷു എന്ന പേരോടുകൂടിയ ഒരു മഹാത്മാവ് പതഞ്ജലി യോഗസൂത്രത്തിന് ഒരു ഭാഷ്യം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വിജ്ഞാന ഭിക്ഷുവിൻ്റെ അഭിപ്രായത്തിൽ ഇത് വിതർക്ക സമാധിയുടെ ഉദാഹരണമാണ്. അപ്പം എന്താണ് വിതർക്ക സമാധി എന്നൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കേൾക്കാം. അപ്പം ഇത് യോഗ സമ്പ്രദായാനുസൃതമായിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ് എന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. സാഖ്യയോഗാധിഷ്ഠിതമായിട്ട് ഭാഗവതം കേൾക്കുകയായിരിക്കും നല്ലത് എന്നും ഈ ഭാഗങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പം അകത്ത് കണ്ടത് അദ്ദേഹം പുറത്ത് കാണുകയാണ്. ഇത് നമുക്കും കാണാൻ സാധിക്കും. ധ്രുവൻ്റെ ഈ അനുഭവം എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നതാണ്. ധ്രുവന് മാത്രം സാധ്യമാകുന്നതല്ല. ധ്രുവൻ്റെ ഇൻറ്റൻസിറ്റി ഒരു പക്ഷേ എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മളുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമുക്കും ദർശനം ഉണ്ടാകും. അതുകൊണ്ട് ഇത് ഏതോ ഒരാൾക്ക് എവിടെയോ സംഭവിച്ച ഒരു കാര്യമല്ല, എന്നോ സംഭവിച്ച ഒരു കാര്യമല്ല. ഇന്ന് എനിക്കും നിങ്ങൾക്കും സാധ്യമാവുന്ന കാര്യം തന്നെയാണിത്. അല്ലെങ്കിൽ ഇതൊക്കെ വായിക്കുന്നത് കൊണ്ടും ഇതൊക്കെ അറിയുന്നത് കൊണ്ടും എന്താ കാര്യം? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും സാധ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളിത് കേൾക്കുകയാണെങ്കിൽ ഇത് നമുക്ക് അനുഷ്ഠിക്കാൻ പ്രേരകമായി തീരും. ഈ കഥകളൊക്കെ നമുക്ക് ആ കഥ ബാക്കി കേൾക്കാം. അപ്പം എന്താ അദ്ദേഹം രൂപത്തിൽ തൻ്റെ കൺമുമ്പിൽ കണ്ടത് എന്താണെന്ന് വർണ്ണിക്കുകയാണ്. ലൗകികവും അനന്യവുമായ സ്വരൂപ സുഷുമയോടുകൂടിയ ഭഗവാന്റെ ദിവ്യരൂപത്തെ ദർശിച്ച ആ ബാലൻ അത്യധികം സംഭ്രമചിത്തനായി ഭവിച്ചു. ഉടൻ തന്നെ ഭൂമിയിൽ വീണു ദണ്ഡനമസ്കാരം ചെയ്തു. കണ്ണുകൾ കൊണ്ട് ആ വിശ്വവിമോഹന രൂപത്തെ പാനം ചെയ്യുകയാണോ എന്ന് തോന്നുമാറ് പേർത്തും നോക്കിക്കൊണ്ട് മുഖം കൊണ്ട് ചുംബിക്കുകയാണോ എന്നും കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്യുകയാണോ എന്നും തോന്നിപ്പിക്കുന്ന വിധത്തിൽ
അവൻ ഭഗവാന്റെ സവിധത്തിൽ കാണപ്പെട്ടു. അതായത് തൻ്റെ മുമ്പിൽ കാണുന്ന ആ രൂപത്തോട് എല്ലാവിധത്തിലും ഒന്നായി തീരുവാനുള്ള വെമ്പലോടു കൂടിയ ആളായി തീർന്നു ധ്രുവൻ. അകത്ത് കണ്ടുകൊണ്ടിരുന്നതാണ് ആ രൂപം. ആ രൂപം അതേപോലെ പുറത്ത് കാണുകയാണ്. അപ്പോൾ അകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ പുറത്ത് അനുഭവിക്കാൻ ഇടവരികയാണെങ്കിൽ ആദ്യമുണ്ടാകാൻ സാധ്യതയുള്ള വികാരം അത്ഭുതമാണ്. കണ്ടത് അകത്ത് കണ്ടതെങ്കിൽ പെട്ടെന്ന് ഇല്ലാതാവുക. കണ്ണ് തുറക്കുമ്പോൾ അവിടെ സംഭ്രമത്തിന് സമയമില്ല. കാരണം അകത്ത് കണ്ടത് കാണാതായ ഉടനെ കണ്ണ് തുറന്നു, കണ്ണ് തുറന്ന ഉടനെ അകത്ത് കണ്ടത് പുറത്ത് കാണുകയാണ്. അപ്പോൾ അത്ഭുതമായിരിക്കും അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ടാവുക. ആ അത്ഭുത വികാരത്തിൽ നിന്നാണ് പിന്നീട് ഇനിയും ധ്രുവന്റെ അതിപ്രസിദ്ധമായിട്ടുള്ള സ്തുതി വരാൻ പോകുന്നത്. അലൗകികവും അനന്യവുമായ സ്വരൂപ സുഷുമയോടുകൂടിയ ഭഗവാന്റെ ദിവ്യരൂപത്തെ ദർശിച്ച ആ ബാലൻ അലൗകികവും അനന്യവും തുലനം ചെയ്യുവാനായിട്ട് ഈ ലോകത്ത് ഭംഗിയുള്ളത് ഒന്നുമില്ല. അതിലും ഭംഗിയാണ് ഭഗവാൻ. അലൗകികമാണ്, ലൗകികമായതല്ല. അലൗകികമായത് സാധാരണമായതല്ല, അനന്യവുമായ സ്വരൂപം. ഇതുപോലെ ഒന്ന് ഉണ്ട് എന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിലുള്ള സ്വരൂപം. തുളസീദാസൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുഖകമലത്തെ വർണ്ണിക്കുവാൻ സാദൃശ്യപ്പെടുത്തി വർണ്ണിക്കുവാൻ ഈ ലോകത്ത് വല്ലതുമുണ്ടോ എന്ന് അന്വേഷിച്ചു. ഭഗവാന്റെ മുഖപങ്കജത്തെ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരുവാൻ ഈ ലോകത്ത് അതുപോലെ വല്ലതുമുണ്ടോ എന്ന് അന്വേഷിച്ചു. ഒന്നും കണ്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുഖസമാനമായിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുഖം മാത്രമേ ഉള്ളൂ. അനന്യമാണത്. അതിനെ ഈ ലോകത്തുള്ള വേറെ ഒന്നിനോടും തുലനം ചെയ്യാൻ സാധ്യമല്ല. അലൗകികവും അനന്യവുമായ സ്വരൂപ സുഷമയോടുകൂടിയ ഭഗവാന്റെ ദിവ്യരൂപത്തെ ദർശിച്ച ആ ബാലൻ അത് സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ധ്യാനദൃഷ്ടിയാ കണ്ടുകൊണ്ടിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു. ഉൾക്കണ്ണുകൊണ്ടാണ് ഇത് കാണുന്നത്. ഉൾക്കണ്ണുകൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ, ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഇൻസൈറ്റ്. മനസ്സ് നിശ്ചലമാകുമ്പോഴാണ് ഈ ഉൾക്കാഴ്ചയുണ്ടാവുക. ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ദർശനമുണ്ടാവുക മനസ്സ്, ചിത്തം നിശ്ചലമാവുമ്പോഴാണ്. അപ്പം അദ്ദേഹം ഉൾക്കണ്ണുകൊണ്ട് പുറം കാഴ്ച കാണുകയാണ്. ദിവ്യരൂപത്തെ ദർശിച്ച ആ ബാലൻ അത്യധികം സംഭ്രമചിത്തനായി ഭവിച്ചു. ഇവിടെ സംഭ്രമം അത്ഭുതത്തിൽ നിന്നുണ്ടാവുന്നതാണ്, ഭയത്തിൽ നിന്നുണ്ടാവുന്ന സംഭ്രമമല്ല ഇത്. ഇത് അത്ഭുതത്തിൽ നിന്നുണ്ടാകുന്ന സംഭ്രമമാണ്. സന്തോഷം കൊണ്ടും നമുക്ക് സംഭ്രമം ഉണ്ടാകും, സങ്കടം കൊണ്ടും നമുക്ക് സംഭ്രമം ഉണ്ടാകും. എല്ലാ വികാരങ്ങളും കുറച്ച് തീവ്രമായാൽ സംഭ്രമം ഉണ്ടാക്കും. ഇവിടെ അത്ഭുതത്തിൽ നിന്നാണ്, സന്തോഷത്തിൽ നിന്നുമാണ് ഈ സംഭ്രമം ഉണ്ടാകുന്നത്. ആ സംഭ്രമം എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ലായ്മയാണ് ഈ സംഭ്രമം. അകത്ത് കണ്ടത് അതേപോലെ പുറത്ത് കാണുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? ഉടൻ തന്നെ ഭൂമിയിൽ വീണ് ദണ്ഡനമസ്കാരം ചെയ്തു. വെട്ടിയിട്ട തടി പോലെ ഉടൻ ഭൂമിയിൽ വീണ് ദണ്ഡനമസ്കാരം ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പൊ കണ്ണുകൊണ്ട് ആ വിശ്വവിമോഹന രൂപത്തെ പാനം ചെയ്യുകയാണോ എന്ന് തോന്നുമാറ് പേർത്തും നോക്കിക്കൊണ്ടും, ഭഗവാനെ വീണ്ടും എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല. അപ്പൊ കണ്ണിമയ്ക്കാതെ ആ ഭഗവാനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാം ആ ചിത്തവൃത്തികളുടെ നിരോധത്തെ സൂചിപ്പിക്കുന്നു, മനസ്സിൻ്റെ നിശ്ചലതയെ സൂചിപ്പിക്കുന്നു. കണ്ണുകൾ കൊണ്ട് ആ വിശ്വവിമോഹന രൂപത്തെ പാനം ചെയ്യുകയാണോ എന്ന് തോന്നുമാറ് പേർത്തും വീണ്ടും നോക്കിക്കൊണ്ടും മുഖം കൊണ്ട് ചുംബിക്കുകയാണോ എന്നും. അപ്പൊ മുഖം എങ്ങനെയാ ഭഗവാനോട് അങ്ങനെ ചേർന്ന് അലിഞ്ഞില്ലാതെയാകാൻ വെമ്പിക്കൊണ്ട് മുഖം കൊണ്ട് ചുംബിക്കുകയാണോ എന്നും കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്യുകയാണോ എന്നും തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവൻ ഭഗവാന്റെ സവിധത്തിൽ കാണപ്പെട്ടു. ഭഗവാനുമായിട്ട് ഏകനായിത്തീരുവാൻ വെമ്പിക്കൊണ്ട്, ഭഗവാനുമായിട്ടൊന്നായിത്തീരുവാനുള്ള വെമ്പലോടു കൂടിയവനായി നിലകൊണ്ടു. അതാ ശരീരത്തിൽ കാണാം.
മനസ്സിൻ്റെ ആ വെമ്പല് ശരീരത്തിൽ കാണാം. ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ് ആധ്യാത്മിക സാധനയിൽ. ഇപ്പം അദ്ദേഹം വെമ്പലോടുകൂടി ആ പരമമായ വെമ്പലോടുകൂടി കാണപ്പെട്ടു. എന്താ ചെയ്യേണ്ടതെന്നൊന്നും നിശ്ചയമില്ല. പഠിച്ചതെല്ലാം, നാരദര് പറഞ്ഞതെല്ലാം സ്വാംശീകരിച്ച് തൻ്റേതായിട്ടുള്ള രീതിയിൽ അനുവർത്തിച്ചു. പക്ഷെ അത് ഫലപ്രാപ്തിയിലെത്തിയപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു നിശ്ചയവും ഇല്ല. അത്ഭുത സ്തബ്ധനായി ആ ഭഗവത് രൂപത്തെ മുഴുവൻ ശരീരം കൊണ്ടും ആസ്വദിച്ച് ആരാധിച്ച് അത്ഭുതത്തോടെ അങ്ങനെ നിൽക്കുകയാണ് ധ്രുവൻ.